ഇന്ന് രാവിലെ ഞാൻ കുറച്ച് പാട് വിട്ടു ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തോണ്ട്. നോർഡിക് മലയാളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സേഫ്റ്റിയെ കുറിച്ചാണ് സംസാരിച്ചത്, വിന്റർ ഡ്രൈവിംഗ്. ഇത്തവണ വിന്റർ ഡ്രൈവിംഗ് കാർ മെയിൻ്റനൻസ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. തുടങ്ങാം. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഒരു വിന്റർ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ഏകദേശം എന്താ ഇങ്ങനെയാണ്. നിങ്ങളുടെ വണ്ടി അകത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ. അതുകൊണ്ട് ക്ലീൻ ചെയ്യണ്ട. പക്ഷെ എന്റെ വണ്ടി പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്രയും സ്നോ ക്ലീൻ ചെയ്യണം. ആക്ച്വലി എന്റെ വണ്ടിയും ഒരുപാട് സ്നോ ഉള്ള ദിവസം കവറാവാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വണ്ടി എടുക്കണമെങ്കിൽ ഒരു ചടങ്ങാണ് വണ്ടി ക്ലീൻ ചെയ്തിടുക എന്നുള്ളത്. അതാദ്യം നമുക്ക് കാണാം. അപ്പൊ നമ്മള് വിന്റർ കാർ ക്ലീൻ ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് കാണാം, കാറ് മുഴുവൻ ഐസ് കവേർഡ്, സ്നോ ആൻഡ് ഐസ് കവേർഡ് ആണ്. അപ്പൊ ഇതിൽ കാറിൽ മെയിൻ ആയിട്ട് വേണ്ട സാധനം, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്, ഒന്ന് ഇത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും, രണ്ട് ഡി ഐസർ ലിക്വിഡുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഡി ഐസർ ലിക്വിഡ് ആദ്യം നമ്മൾ ഇതിലേക്ക് സ്പ്രേ ചെയ്യുന്നു. നമ്മൾ സ്പ്രേ ചെയ്തിരുന്നു. ഡി ഐസർ ലിക്വിഡ് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കളയണം. ഇത് തിരിച്ചു വെക്കാം. സ്ക്രേപ്പർ ഉണ്ടോ അതിന്റെ ബാക്കിൽ? സാധാരണ ഉണ്ടാവേണ്ടതാണ്. ഇതിന്റെ ബാക്കിൽ ഒരു സ്ക്രേപ്പർ വെക്കാൻ സാധനമുണ്ട്, പക്ഷെ ഇപ്പൊ ഇത് കാണാനില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, ഈ പിടിയുള്ള സ്ക്രേപ്പറാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു റബ്ബർ ഇതുകൂടുണ്ട്, ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള. പിന്നെ ഐസ് സ്ക്രേപ്പ് ചെയ്യാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമുണ്ട്. കണ്ണാടിയിൽ പോറൽ വീഴുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വീഴില്ല. അപ്പോൾ ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. അത് ഇങ്ങോട്ടൊന്ന് പോയിന്റ് ചെയ്താൽ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് ഐസ്. ഇതിപ്പോൾ അത്ര സ്ട്രോങ് ഐസ് ഇല്ല, പക്ഷേ ഇത് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ റബ്ബർ സാധനം ഉപയോഗിച്ച് വൈപ്പ് ചെയ്യാം. പക്ഷേ ഇത്രയൊന്നും ചെയ്യാൻ നമുക്ക് രാവിലെ സമയമില്ല. നമ്മൾ ഡി ഐസർ അടിച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രഷ് വെച്ച് മാക്സിമം ക്ലീൻ ചെയ്ത് കളയുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ക്ലീൻ ചെയ്തപ്പോഴും ഐസ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. നമ്മൾ കുറച്ചൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയണം. നമുക്കിനി ഫ്രണ്ട് ഡോറും ബാക്കിയുള്ളതും ചെയ്യാം. ഇത് സ്ക്രേപ്പ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷനാണ്, കാരണം ഇത് നല്ലോണം ഐസുണ്ട്. മതി വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ എന്താ അത്ര ഷൂട്ട് ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ ദിവസം ചെയ്യുന്നതല്ലേ അല്ലേ? അങ്ങനെ നമ്മൾ വണ്ടി ഇപ്പോൾ എടുക്കാനുള്ള പരിവായി. ഇനി വിൻ്റർ ടൈമിൽ നമ്മുടെ കാറിൽ മസ്റ്റായിട്ട് വേണ്ട കുറേ ആക്സസറീസ് ഞാനിവിടെ പരിചയപ്പെടുത്താം. ഓക്കെ. ഈ നോർഡിക്സിൽ എസ്പെഷ്യലി ഇങ്ങനത്തെ തണുത്ത ക്ലൈമറ്റിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സ്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. -4 -5 ഡിഗ്രിയാണ്. ഇങ്ങനൊരു ക്ലൈമറ്റ് കണ്ടീഷനിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വണ്ടിയിൽ മസ്റ്റായിട്ട് വേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഡിക്കിയിൽ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിക്കിയിലോ സൈഡിൽ ഡോറിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ചേക്കണം. ഫസ്റ്റ് തിങ്, ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ളത് വിൻസ്ക്രീൻ ക്ലീനറാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് -18 ഡിഗ്രി വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം സാധാരണ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന സോപ്പ് സൊല്യൂഷൻ ഇട്ടിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇത് -18 ആയാലും ഇത് ഐസ് ആവില്ല. അപ്പോൾ ഇത് വേണം നമ്മുടെ വിൻഡോ ക്ലീനിങ് ലിക്വിഡായിട്ട് ഒഴിക്കാൻ. സോ ഇത് ആദ്യത്തെ സാധനം. ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ പല വണ്ടികളിലും വിൻസ്ക്രീൻ ക്ലീനിങ് ആ നോസിൽ ഹീറ്റഡ് ആണ്. അതും ഈ ഐസ് കാലാവസ്ഥയിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞാണ് സാധനമെങ്കിലും ഇത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നൊരു സംഭവമാണ്. ഇതെങ്ങനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറുകൾ ഒന്നാട്ടെ കാണിച്ചു തരാം. നമ്മുടെ ഈ വിൻ്ററിൽ ഡോറ് ഈ പറഞ്ഞ ഈ ഗ്യാപ്പിൽ ഐസ് വന്ന് കൂടി തുറക്കാൻ പറ്റാതെ സ്റ്റക്കാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ
ഈ ഒരു സാധനം ഇതെല്ലാം മറ്റേ ഷൂ പോളിഷിൻ്റെ പോലെ അറ്റത്തൊരു പഞ്ഞി ഇതുള്ള സാധനം. ഇത് കുലുക്കുകയും ഈ ജോയിൻസിൽ, അതായത് ഇവിടെ വന്ന് ഒട്ടുന്ന സ്ഥലങ്ങളിൽ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ നമ്മളിപ്പോൾ അകത്ത് വണ്ടി രാത്രി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അകത്ത് ചൂട് കാരണം ഇവിടെ ചിലപ്പോൾ വെള്ളമായിട്ട് തന്നെ നിൽക്കും. അത് രാത്രി മൈനസുകളിലേക്ക് പോകുമ്പോൾ ഇതിവിടെ ഐസായിട്ട് ഡോറ് തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ഇതിങ്ങനെ പരട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര തണുപ്പായാലും ഈ പറഞ്ഞ പോലെ ഡോറ് തുറക്കാൻ പറ്റും. രാത്രി അല്ലെങ്കിൽ രാവിലെ വന്ന് ഡോറ് തുറക്കുമ്പോൾ ഇത് സ്റ്റക്കാവില്ല. അപ്പോൾ ഇതിൻ്റെ പേര് കോറക്സ് എന്നാണ്. ഇതിനധികം വിലയില്ലാത്ത സാധനമാണ്. ഇത് ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലായി ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനൊരു സാധനം കാറിൽ എപ്പോഴും മേടിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഗുണം ചെയ്യും. പിന്നെ നേരത്തെ കാണിച്ച പോലെ ക്ലീനിങ് ബ്രഷ്, ഈ സ്നോ ക്ലീൻ ചെയ്യാൻ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ക്ലീനിങ് ബ്രഷ്. കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, ഗ്ലൗ കൊണ്ടും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം കൈ തണുക്കും. നമ്മൾ സ്നോ ആണല്ലോ ക്ലീൻ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിൽ സാധാരണ ഒരു സ്ക്രേപ്പർ, ഐസ് സ്ക്രേപ്പ് ചെയ്ത് കളയുന്ന സാധനം വരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വണ്ടിയിൽ ഈ സാധനത്തിൽ അതിപ്പോൾ കാണാനില്ല. പക്ഷേ ഈ സ്ക്രേപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ 2 രീതിയിലുള്ള സ്ക്രേപ്പേഴ്സ് ഉണ്ട്. ഒന്ന് വളരെ ക്ലോസ് ആയിട്ട് കാണിച്ചാൽ കളയാം, ഒരു മെറ്റൽ എൻഡിങ് ഉള്ളൊരു സ്ക്രേപ്പറാണ്. ഇത് വളരെ തിക്കായിട്ട് ചില ദിവസങ്ങളിൽ വളരെ എന്താ പറയുക ഭയങ്കര മൈനസ് ഡിഗ്രീസ് ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐസ് വരും. അപ്പോൾ അങ്ങനത്തെ സ്ക്രേപ്പ് ചെയ്ത് കളയാനാണ് ഈ മെറ്റൽ സംഗതി ഉള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ റബ്ബർ കോട്ടഡ് ഇതുണ്ട്, അതായത് കുറച്ചുകൂടെ ലിക്വിഡി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ വൈപ്പ് ചെയ്ത് കളയാം. പിന്നെ ഇതിൻ്റെ ഹാൻഡിലുള്ള വേറൊരു വെർഷനാണ് ഇത്. ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന മോഡലാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു റബ്ബർ പാഡിംഗ് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അത് സ്ക്രേപ്പ് ചെയ്യാൻ ഗ്ലാസ്സിൽ അതിന് അങ്ങനെ സ്ക്രാച്ചസ് ഒന്നും വരില്ല. ഇനിയുള്ളത് ഡി ഐസർ ലിക്വിഡാണ്. ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ വണ്ടി ക്ലീൻ ചെയ്യുന്നതിനകത്തുണ്ടായിരുന്നു. കാരണം ഈ ഭയങ്കരമായിട്ട് ഐസ് കട്ടി പിടിച്ച് കിടക്കുന്ന ഗ്ലാസ്സിൽ ഇതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ നേരത്തെ ഉപയോഗിച്ച സ്ക്രേപ്പേഴ്സ് ഉപയോഗിച്ച് ഇത് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതും ഒരെണ്ണം വണ്ടിയിൽ മേടിച്ച് വെക്കുന്ന എന്തായാലും ഉപയോഗപ്രദമാണ്. പിന്നെയാണ് ഏറ്റവും വലിയ സാധനം, ഇതാണ് ഒരു ചെറിയ കാറിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്നോ ഷവൽ. ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ചില ദിവസങ്ങളിലൊക്കെ രാത്രി അല്ലെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ഒത്തിരി സ്നോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു എന്താ പറയുക, ഈ സ്ക്രേപ്പർ വെച്ചൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കാറ് പുറകോട്ട് എടുക്കാനാണെങ്കിൽ പോലും ഈ സ്നോ ഷവൽ ഒരെണ്ണം കാറിലുള്ള നല്ലതാണ്. സ്നോ ഷവൽ ചെയ്ത് കളഞ്ഞ് നമുക്ക് കാർ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. സോ ഇത്രയും സാധനങ്ങളെങ്കിലും മിനിമം നിങ്ങളുടെ വണ്ടിയിൽ വേണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. വണ്ടി ക്ലീനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് രാവിലെ എഴുന്നേറ്റ് എന്തായാലും ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ വണ്ടി ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിച്ചു. പക്ഷെ അത് കൂടാതെ ഫിൻലൻഡിൽ അല്ലെങ്കിൽ നോർഡിക് രാജ്യങ്ങളിൽ കോമൺ ആയിട്ടുള്ളൊരു ഹീറ്റിംഗ് പോൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ എല്ലാ പാർക്കിംഗ് സ്ലോട്ട്സിലും ഒരു കറണ്ട് ഔട്ട്ലെറ്റ് ഉള്ള ഒരു എന്താ പറയുക ഇലക്ട്രിക് പോളുണ്ട്. ഈ പോളിൽ ഹീറ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ടൈമർ വെച്ച് അത് ഹീറ്റ് ചെയ്തിടാം. എസ്പെഷ്യലി ഡീസൽ വണ്ടികൾക്ക് അത് വളരെ അത്യാവശ്യമാണ് അല്ലേ? എത്ര താഴെ പോയി കഴിഞ്ഞാൽ അത് കോൾഡ് ടെമ്പറേച്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അപ്പം അത് ഫ്യൂവൽ എഫിഷ്യൻസി സഹായിക്കും. പിന്നെ വണ്ടിയുടെ എഞ്ചിനും നല്ലതാണ്. ബേസിക്കലി രണ്ടും ഹീറ്റ് ചെയ്യും, എഞ്ചിനും ഹീറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഹീറ്റർ മേടിച്ച് വെച്ചാൽ ഇന്റീരിയർ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഈ ഇന്റീരിയർ ഹീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ വെബാസ്റ്റോ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സാധനമുണ്ട്, ഹീറ്റർ ഉണ്ട്. അതിന്റെ കീ ഒന്ന് കാണിക്കാം. അതിന്റെ ഒരു സെപ്പറേറ്റ് ഒരു റിമോട്ട് ഉണ്ട്. അതായത് വണ്ടിയുടെ താക്കോല് കൂടാതെ വേറൊരു റിമോട്ട്. ഇത് ഹീറ്ററിന് വേണ്ടി മാത്രമുള്ള റിമോട്ടാണ്. നല്ല റേഞ്ചും ഉണ്ട്. ഇപ്പോൾ ഒരു 100-300 മീറ്റർ റേഞ്ച് ഉണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഡോറിൽ നിന്ന് ഇറങ്ങി വണ്ടി ഞാനിപ്പോൾ ഇറങ്ങും, വണ്ടി ഒന്ന് ചൂടാക്കി ഇടാം അതെ എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മള് വണ്ടി എടുക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് നമ്മളിത് ഓണാക്കി ഇട്ടാൽ മതി. ഓക്കെ. ഇതും നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനും ഹീറ്റ് ചെയ്യും, ഇന്റീരിയറും ഹീറ്റ് ചെയ്യും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനമല്ലേ വണ്ടിയിൽ? അതെ, സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് ഈ നമ്മൾ ആ പോളിൽ നിന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ആണ് ഡയറക്റ്റ് ഔട്ട്ലെറ്റ്. ഇതിന് പോളിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂവൽ ഉപയോഗിച്ചിട്ടാണ് വണ്ടിയിൽ തന്നെ ഡീസൽ ഉപയോഗിച്ച് മോട്ടോർ ഓടിച്ച് ആണ് അപ്പോൾ ഒരു ഗുണം ഇതിന്റെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വളരെ പെട്ടെന്ന് ഹീറ്റ് ആവും. ഞാൻ ഈ പറഞ്ഞ പോലെ 20 മിനിറ്റ്സ് കൊണ്ട് ഫുള്ള് ഇന്റീരിയർ നന്നായിട്ട് ഹീറ്റ് ആവും. അതാണ് ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പോള് നമ്മുടെ സ്വന്തം പാർക്കിങ്ങിലേ ഉണ്ടാവുള്ളൂ. നമ്മൾ റോഡ് സൈഡിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോൾ ഉണ്ടാവില്ല. അപ്പോൾ അവിടെയും
ഇതാണ് ഉപയോഗപ്രദം. അപ്പോൾ വെബാസ്റ്റോ ഉള്ളൊരു കാർ മേടിക്കാം, അതായത് ഇന്റീരിയർ ഹീറ്റിംഗ് റിമോട്ട്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി മൂക്കൂത്തും. എൻ്റെ ഈ ഡീസൽ വണ്ടി ഞാൻ ഇടയ്ക്ക് ഉപയോഗിച്ചിരുന്നപ്പോൾ ഷോർട്ട് ട്രിപ്സ് ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഓഫീസിലേക്ക്, കൂടാതെ ഹീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് എനിക്ക് 8 km/ലിറ്ററാണ് കിട്ടിയത് ഒരിക്കൽ. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്യൂവലാണ് ഇത് കുടിക്കുന്നത്. അല്ല, പക്ഷേ ഈ വിന്റർ ആകുമ്പോൾ എന്തായാലും ഈ സ്റ്റാൻഡേർഡ് ടയർ ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി എന്തായാലും പിന്നെ തീർച്ചയായിട്ടും കുറയും. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് കാറിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയും തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ, വിന്റർ വന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ റേഞ്ച് കുറയും, എല്ലാം കുറയും. അപ്പോൾ ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഡീസൽ എനിക്ക് തോന്നുന്നു ഒരു 19 എനിക്ക് എൻ്റെ നോർമൽ ഡ്രൈവിങ്ങിൽ സമ്മറിൽ കിട്ടുന്നത് നേരെ 12-13 പോകും. ഹീറ്റർ അധികം ഉപയോഗിച്ചില്ലെങ്കിൽ കഴിഞ്ഞാൽ പിന്നെയും താഴോട്ട് പോകും. പിന്നെ നമ്മൾ സേഫ്റ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ഗ്ലാസ് മാത്രമല്ല ക്ലീൻ ചെയ്യേണ്ടത്, അത് നമ്മുടെ വിസിബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ റൂഫും കൂടെ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ സ്പീഡിൽ പോകുമ്പോൾ ഈ ഇതൊക്കെ പുറകിലുള്ള വണ്ടിക്കാരന്റെ മേത്തേക്ക് വീഴും. അതുകൊണ്ട് ഒന്ന് സ്നോ ഉള്ള വണ്ടിക്കാരനെ പുറകെ പോവാതിരിക്കുക, ഒരു ഗ്യാപ്പ് ഇടുക, നമ്മൾ ക്ലീൻ ചെയ്യാം. എന്തായാലും വിന്ററിൽ ഓടുമ്പോൾ എന്തായാലും ഈ പറഞ്ഞ കീപ് റെസ്പെക്ടബിൾ ഡിസ്റ്റൻസ് അത് ആക്ച്വലി വളരെ കൂടുതലാണ്. സേഫ്റ്റി മാത്രമല്ല, ഇത് ചെറിയ പെബിൾസ് അവര് റോഡിൽ ഇടും. അപ്പോൾ അതും പ്രത്യേകിച്ച് നമ്മൾ വലിയ വണ്ടികളുടെ പുറകെ കുറച്ച് അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടയറിൽ നിന്ന് പെബിൾസ് തെറിച്ച് നമ്മുടെ ഗ്ലാസ് ഒക്കെ പൊട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് സേഫ്റ്റി മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ ആവശ്യം ഗ്ലാസ് ഒന്നും പൊട്ടാതിരിക്കും. ആക്ച്വലി എസ്പെഷ്യലി ഹൈവേയിൽ ഇവിടെ മഞ്ഞ് പെയ്യുമ്പോൾ ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടി കല്ല് ഇടും, ഉപ്പ് ഇടും അല്ലേ, അതായത് ഉപ്പ് ഐസ് ആവാതിരിക്കാനും പിന്നെ ഈ പറഞ്ഞ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കല്ല് ഇടും. ഈ കല്ലാണ് വളരെ ക്ലോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തെറിച്ച് നമ്മുടെ ഗ്ലാസ്സിലേക്ക് വന്ന് തട്ടുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സേഫ്റ്റിയെ കുറിച്ച് സംസാരിച്ചു, ഈ എപ്പിസോഡിൽ മെയിൻ്റനൻസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ വിന്റർ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക. ഇനിയും വാഹന വിശേഷങ്ങളും വണ്ടി റിവ്യൂസിനും ആയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.